നമസ്കാരം. നമ്മൾ ഇന്ന് നബിദിനാഘോഷത്തെ വിശദമായിട്ട് നോക്കാൻ പോവാണ്. ഈ ആഘോഷത്തെ അനുകൂലിക്കുന്ന വാദങ്ങളും പിന്നെ എതിർക്കുന്നവർക്കുള്ള മറുപടികളുമൊക്കെ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതിലെ പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം, അല്ലേ? തീർച്ചയായും. നബിദിനാഘോഷം അത് ശരിക്കും പറഞ്ഞാൽ ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് എതിരല്ല, മറിച്ച് അത് പ്രവാചകനോടുള്ള സ്നേഹം, അള്ളാഹു ചെയ്ത അനുഗ്രഹത്തിലുള്ള ഒരു നന്ദി, അങ്ങനെയൊക്കെയാണ് കാണേണ്ടതെന്നാണ്. പല പണ്ഡിതന്മാരും ഇതിനെ അംഗീകരിച്ചിട്ടുണ്ട് എന്നും പറയുന്നു. ഓഹോ, അപ്പോൾ പണ്ഡിതന്മാരുടെ പിന്തുണ അതാണോ തുടക്കം? ആരൊക്കെയാണ് ഇതിൽ വരുന്നത്? അതെ, പിൽക്കാല പണ്ഡിതന്മാരായ ഇമാം അബൂഷാമ, പിന്നെ ഹാഫിസ് ഇബ്നു നാസിറുദ്ദീൻ ദിമഷ്കി, ഇബ്നു ഹജർ അസ്കലാനി, ഹൈത്തമി, ഷാ അബ്ദുറഹീം അദ്ദഹ്ലവി. എന്തായിരുന്നു അവരുടെ പ്രധാന കാരണങ്ങൾ? കാരണങ്ങൾ ഒന്ന് പ്രവാചകനോടുള്ള സ്നേഹം തന്നെ, പിന്നെ അള്ളാഹുവിന്റെ അനുഗ്രഹമോർത്ത് നന്ദി കാണിക്കുക, അതുപോലെ അന്നേ ദിവസം പാവപ്പെട്ടവരെ സഹായിക്കുക, ഭക്ഷണം കൊടുക്കുക, അങ്ങനത്തെ നല്ല കാര്യങ്ങൾ. സൂറത്ത് യൂനുസിലെ 57-58 ആയത്തുകൾ, അതിൽ റഹ്മത്ത്, അതായത് അള്ളാഹുവിന്റെ കാരുണ്യം അല്ലെങ്കിൽ അനുഗ്രഹമെന്നു പറയുന്നത് മുഹമ്മദ് നബി എന്ന് ചില തഫ്സീറുകൾ, വ്യാഖ്യാനങ്ങൾ പറയുന്നുണ്ട്. അപ്പോ ആ അനുഗ്രഹം കിട്ടിയതിൽ സന്തോഷിക്കാൻ ഖുർആൻ പറയുന്നു. അത് എപ്പോ വേണമെങ്കിലുമാകാം, ജന്മദിനത്തിലുമാകാം. അതാണൊരു പോയിന്റ്. പിന്നെ ഒരു ഖിയാസ് എന്ന് കേട്ടു. അതെന്താണ്? എങ്ങനെയാണത് ഇവിടെ ഉപയോഗിക്കുന്നത്? ഖിയാസ് എന്ന് പറഞ്ഞാൽ ഒരു താരതമ്യ പഠനം എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഒരു വിഷയത്തിൽ വ്യക്തമായ വിധിയില്ലെങ്കിൽ സമാനമായ മറ്റൊരു വിഷയത്തിലെ വിധിയുമായി താരതമ്യം ചെയ്യുക. ഇവിടെ ഇമാം ഇബ്നു ഹജർ അസ്കലാനി റായുടെ ഒരു ഖിയാസാണ് ഉദ്ധരിക്കുന്നത്. മനസ്സിലായി. മൂസാ നബിയെ അള്ളാഹു രക്ഷിച്ചതിന് നന്ദി സൂചകമായിട്ട് ജൂതന്മാർ ആഷുറ നോമ്പ് നോറ്റിരുന്നല്ലോ, അത് ഹദീസിലുണ്ട്. അപ്പൊ അതിനേക്കാൾ വലിയ അനുഗ്രഹമല്ലേ മുഹമ്മദ് നബിയുടെ ജനനം? അതുകൊണ്ട് ആ ദിവസത്തിൽ നന്ദി പ്രകടിപ്പിക്കുന്നതിലും തെറ്റില്ല. അതാണ് ആ താരതമ്യം. അതൊരു ഇൻട്രസ്റ്റിംഗ് ആയ വാദമാണല്ലോ. പിന്നെ അബൂലഹബിന്റെ ഒരു സംഭവം പറയുന്നുണ്ടല്ലോ, അതെങ്ങനെ ഇതിൽ വരുന്നത്? പറയുന്നുണ്ട്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചപ്പോൾ ആ സന്തോഷത്തിൽ അബൂലഹബ് അവിശ്വാസിയായിരുന്നിട്ടുകൂടി തുവൈബ എന്ന അടിമയെ മോചിപ്പിച്ചു. അതിന്റെ ഫലമായിട്ട് നരകത്തിൽ പോലും എല്ലാ തിങ്കളാഴ്ചയും ശിക്ഷയ്ക്കൊരു ഇളവ് കിട്ടുന്നു എന്ന് ചില റിപ്പോർട്ടുകളിൽ, കിതാബുകളിൽ വന്നിട്ടുണ്ട്. ഫതുൽ ബാരിയിലൊക്കെ ഉദ്ധരിച്ചത് കാണാം. അപ്പോൾ ഒരു അവിശ്വാസിക്ക് പോലും നബിയുടെ ജനനത്തിലുള്ള സന്തോഷം കാരണം ഇളവ് കിട്ടുമെങ്കിൽ വിശ്വാസികൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്ക് എത്ര പ്രതിഫലം കിട്ടും? പക്ഷേ ഇത് മതത്തിലില്ലാത്ത പുതിയ കാര്യം, അതായത് ബിദ്അത്ത് ആണെന്നുള്ള വാദമാണല്ലോ ഏറ്റവും പ്രധാനം. അതിനെങ്ങനെയാ കാണുന്നേ? അതെ, അത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ലേഖനം പറയുന്നത് ബിദ്അത്ത് എല്ലാത്തിനും ഒരേപോലെയല്ല പണ്ഡിതന്മാർ കണ്ടിട്ടുള്ളത് എന്നാണ്. ഇമാം ഷാഫിയെ പോലുള്ളവർ ബിദ്അത്തിനെ ഹസനത്ത് നല്ലത്, സയ്യിയത്ത് ചീത്തത് എന്ന് രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. ശരി. ഖുർആൻ, സുന്നത്ത്, ഇജ്മാ, അതായത് സ്വഹാബികളുടെ ചര്യ, ഇതിനൊന്നും എതിരല്ലാത്ത ദീനിന് ഗുണമുള്ള പുതിയ കാര്യങ്ങൾ നല്ല ബിദ്അത്താണ്, ബിദ്അത്തെ ഹസന. നബിദിനാഘോഷത്തിൽ ചെയ്യുന്ന സ്വലാത്ത്, ദിക്ർ, സ്വദത്ത, ഇതൊക്കെ നല്ല കാര്യങ്ങളല്ലേ? അപ്പോ ഇത് ആ ഗണത്തിൽപ്പെടുത്താം എന്നാണ് വാദം. ഉമർ റളിയല്ലാഹു അൻഹു തറാവീഹിന്റെ കാര്യം പറഞ്ഞ പോലെ. അതെ, ഉമർ റളിയല്ലാഹു അൻഹു തറാവീഹ് നമസ്കാരം ജമാഅത്തായി ഒരുമിച്ചുകൂട്ടി തുടങ്ങിയപ്പോൾ ഇതെന്തൊരു നല്ല ബിദ്അത്ത് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നബിയോ സഹാബത്തോ ഇത് ആഘോഷിച്ചിട്ടില്ലല്ലോ എന്ന വാദത്തിന് എന്താ മറുപടി? നബിയുടെ കാലത്ത് ഖുർആൻ ഇന്ന് കാണുന്ന പോലെ പുസ്തക രൂപത്തിൽ ക്രോഡീകരിച്ചിരുന്നില്ല, അല്ലെങ്കിൽ മദ്രസകളോ സംഘടനകളോ ഉണ്ടായിരുന്നില്ല. എന്നാൽ ദീനിൽ അടിസ്ഥാനമുള്ള നല്ല കാര്യങ്ങൾ പിന്നീടുണ്ടാക്കുന്നതിൽ തെറ്റില്ല. അതാണ് നിലപാട്. പിന്നെ ഇസ്ലാമിൽ ആകെ 2 പെരുന്നാളുകളേ ഉള്ളൂ എന്നും വാദമുണ്ടല്ലോ. ഉണ്ട്. അതിനു മറുപടി പറയുന്നുണ്ട്. വെള്ളിയാഴ്ച ദിവസത്തെ ഹദീസിൽ ഈദ്, അതായത് ആഘോഷം എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. അത് ആദം നബിയുടെ ജന്മദിനമാണെന്നും പറയപ്പെടുന്നു. അപ്പോൾ പ്രത്യേക കാരണങ്ങൾ കൊണ്ട് സന്തോഷം പ്രകടിപ്പിക്കുന്നതിൽ തെറ്റില്ല. 2 പെരുന്നാളുകൾ നിർബന്ധ ആഘോഷങ്ങൾ, മറ്റുള്ളവ അനുവദനീയമായ സന്തോഷപ്രകടനങ്ങളാകാം. റബീഉൽ അവ്വൽ 12 നബിയുടെ വഫാത്തായ ദിവസം കൂടിയല്ലേ? അപ്പൊ എങ്ങനെ സന്തോഷിക്കും? ഇതൊരു ചോദ്യം സാധാരണ വരാറുണ്ടല്ലോ. ശരിയാണ്. ഇസ്ലാം പഠിപ്പിക്കുന്നത് അനുഗ്രഹം കിട്ടുമ്പോൾ നന്ദി കാണിക്കാനും വിപത്ത് വരുമ്പോൾ ക്ഷമിക്കാനുമാണ്. മരണത്തിലുള്ള ദുഃഖാചരണത്തിന് ഇസ്ലാം പരിധി വെച്ചിട്ടുണ്ട്. പക്ഷേ നബിയുടെ ജനനം എന്നത് എക്കാലത്തേക്കുമുള്ള വലിയ അനുഗ്രഹമാണ്. അതിന് നന്ദി കാണിക്കുന്നതിനാണ് മുൻഗണന നൽകേണ്ടത്. പിന്നെ നമ്മുടെ ഓരോ പ്രവൃത്തിയും നിയ്യത്തനുസരിച്ചാണല്ലോ.
നബിയുടെ ജനനത്തിൽ സന്തോഷിക്കുക എന്ന നീയത്തോടെ ചെയ്യുന്ന കാര്യങ്ങൾക്ക് അതിൻ്റെതായ പ്രതിഫലം കിട്ടും. മൂലഫർ രാജാവ് ഇത് വലിയ രീതിയിൽ തുടങ്ങിയതാണ് എന്ന വിമർശനമോ? രാജാവ് വലിയ ആഘോഷം സംഘടിപ്പിച്ചു എന്നത് ശരിയാണ്. പക്ഷേ അദ്ദേഹത്തെ ഇബ്നു കസീറിനെ പോലുള്ള പിൽക്കാല ചരിത്രകാരന്മാരും പണ്ഡിതന്മാരും പ്രശംസിച്ചിട്ടുണ്ട്. മൗലിദിന്റെ അടിസ്ഥാനം അതിനു മുമ്പുണ്ട്. അദ്ദേഹം അതിനെ വിപുലീകരിച്ചു എന്നാണ്. മൗലിദിൽ ഷിർക്കുണ്ടെന്ന ആരോപണത്തെക്കുറിച്ചോ? സുന്നികൾ സാധാരണ ഓതാറുള്ള മൗലിദ് കിടാബുകളിൽ അങ്ങനെയുള്ള ഷിർക്കൻ വരികളില്ല. പഴയകാല പ്രസിദ്ധീകരണങ്ങളിൽ നബിദിനത്തെ അനുകൂലിച്ചതും അബൂലഹബ് സംഭവം ആദ്യം കെട്ടുകഥയാണെന്ന് പറഞ്ഞവർ പിന്നീട് ഹദീസാണെന്ന് സമ്മതിച്ചതുമൊക്കെ ചൂണ്ടിക്കാണിക്കുന്നു. ഇമാം ഫാക്കിഹാനി ഇതിനെതിർത്തിരുന്നല്ലോ. അദ്ദേഹത്തിന്റെ വാദങ്ങളെ എങ്ങനെയാണ് കാണുന്നത്? അതെ, ഇമാം ഫാക്കിഹാനി ഇതിന് അടിസ്ഥാനമില്ല, സലഫുകൾ ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് എതിർത്തിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ വാദങ്ങളെ പിന്നീട് വന്ന ഇമാം സുയൂത്തിയെ പോലുള്ളവർ ഖണ്ഡിച്ചിട്ടുണ്ട്. ഇമാം ഹസ്തല്ലാനിയുടെ ഒരു അഭിപ്രായം പറയുന്നുണ്ട്, നബി ജനിച്ച ആ രാത്രി ലൈലത്തുൽ ഖദറിനേക്കാൾ ശ്രേഷ്ഠമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിന് 3 കാരണങ്ങളും അദ്ദേഹം നിരത്തുന്നുണ്ട്. ചുരുക്കത്തിൽ ലൈലത്തുൽ ഖദർ നബിക്ക് ലഭിച്ച ഒരു രാത്രിയുടെ പ്രത്യേകതയാണ്. എന്നാൽ നബിയുടെ ജനനം എന്നത് ലോകത്തിനാകെ ലഭിച്ച അനുഗ്രഹത്തിന്റെ ഉത്ഭവമാണ്. അതാണ് ആ ശ്രേഷ്ഠതയ്ക്ക് കാരണം. അപ്പോ ചുരുക്കി പറഞ്ഞ നബിദിനാഘോഷം ഇസ്ലാമിക പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ സാധുവായ ഒന്നാണ്. അത് പ്രവാചക സ്നേഹത്തിന്റെയും നന്ദി പ്രകടനത്തിന്റെയും ഭാഗമാണ് എന്ന് സ്ഥാപിക്കാനാണ് ഉടനീളം ശ്രമിക്കുന്നതല്ലേ? ഇതിന് എതിർക്കുന്നവരുടെ പ്രധാന വാദങ്ങൾക്ക് വ്യക്തമായ മറുപടികളും നൽകാൻ ശ്രമിക്കുന്നു. അതെ, തീർച്ചയായും. പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾ, ഖുർആൻ ഹദീസുകളുടെ വ്യാഖ്യാനങ്ങൾ, ഖിയാസ് പോലുള്ള അടിസ്ഥാന തത്വങ്ങൾ, ചരിത്രപരമായ കാര്യങ്ങൾ ഒക്കെ വെച്ചാണ് ഈ സാധൂകരണം. അതേസമയം തന്നെ വിമർശനങ്ങളുടെ മുനയൊടിക്കാനും ശ്രമിക്കുന്നുണ്ട്. ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ വ്യക്തമായ അല്ലെങ്കിൽ വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാട് കിട്ടാൻ സഹായിക്കുമെന്ന് വിചാരിക്കുന്നു. ശരിയാണ്. മതപരമായ കാര്യങ്ങളിലെ വ്യാഖ്യാനങ്ങൾ കാലത്തിനനുസരിച്ച് എങ്ങനെ മാറുന്നു, ഓരോ വിഭാഗവും അവരുടെ നിലപാടുകൾക്ക് എങ്ങനെയാണ് പ്രമാണങ്ങളിൽ നിന്നും ചരിത്രത്തിൽ നിന്നുമൊക്കെ ബലം കണ്ടെത്താൻ ശ്രമിക്കുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് തുടർന്നാലോചിക്കാവുന്ന ഒരു വിഷയമാണ്.